ഇന്ന് ഞാനും അച്ഛനും അമ്മയും ബന്ധുക്കളുമൊക്കെയായി അഴീക്കൽ ബീച്ചിൽ പോയ യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് കായംകുളത്തെ വല്യമ്മയുടെ വീട്ടിലാണ്. ഇവിടെ നിൽക്കാനുള്ള പ്രധാന കാരണം ഈ കാണുന്ന ആളാണ്. കുറച്ചു ദിവസം മുമ്പ് പുള്ളിക്കാരിയുടെ കല്യാണമായിരുന്നു. അതുകൊണ്ട് തന്നെ ബന്ധുക്കാരും ഞങ്ങളും എല്ലാവരും കൂടി ഇവിടെ ഒത്തുകൂടി. അഴീക്കൽ ബീച്ചിലോട്ട് ഇവിടുന്ന് ഏകദേശം 7 കിലോമീറ്ററോളം ഉണ്ട്. കായംകുളത്ത് തന്നെയാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടുന്ന് മനോഹരമായ കാഴ്ചകളും കണ്ട് ബീച്ചിലേക്ക് പോകാനുള്ള എൻട്രൻസിന് തൊട്ടു മുമ്പായി ഒരു പാലത്തിലെ കാഴ്ചകളാണ്. ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പായി സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞെങ്കിലും വൈകുന്നേരം ബീച്ചിൽ പോയി ഇരിക്കുന്ന ഭംഗി വേറെ തന്നെ. അങ്ങനെ നോക്കി നിൽക്കാതെ ഇവരെയും കൊണ്ട് നേരെ ബീച്ചിലേക്ക് ഇറങ്ങും. ഇതാണ് അഴീക്കൽ ബീച്ച്. കൊല്ലം ജില്ലയിലെ വടക്കേ അറ്റത്ത് കരുനാഗപ്പള്ളി താലൂക്കിലാണ് മനോഹരമായ അഴീക്കൽ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. അറബിക്കടലും കായലും സംഗമിക്കുന്ന ഈ പ്രദേശം പ്രകൃതി ഭംഗി കൊണ്ട് സഞ്ചാരികളെ ആകർഷിക്കുന്നു. അഴി എന്നാൽ കടലും കായലും ചേരുന്ന ഇടം എന്നാണ് അർത്ഥം. ഇവിടെ കായൽ കടലിലേക്ക് ഒഴുകിച്ചേരുന്ന മനോഹരമായ കാഴ്ച കാണാം. 2004 സുനാമി ഏറ്റവും കൂടുതൽ ബാധിച്ച കേരളത്തിലെ തീരങ്ങളിൽ ഒന്നാണ് അഴീക്കൽ. അന്ന് അഴീക്കലിൽ ഉണ്ടായ വലിയ നാശനഷ്ടങ്ങൾ ഇന്നും ജനമനസ്സുകളിൽ മായാത്ത ഓർമ്മയാണ്. ദുരന്തത്തിന് ശേഷം നിർമ്മിച്ച സുനാമി സ്മാരകവും സുനാമി ഫ്ലാറ്റുകളും ഇവിടുത്തെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അങ്ങനെ കടലിനോട് ബായും പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുക. അടുത്ത യാത്രയുമായി ഉടനെ തന്നെ വരാം.